ഹൈബി ഏതായാലും വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ആ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹൈബി കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് ഭൂരിപക്ഷം കൂടുമെന്ന് കരുതുന്നുണ്ടോ? എന്താണ് അതിനടിസ്ഥാനമായി കരുതുന്നത്? അല്ല, ഞങ്ങളൊരു തരത്തിലുമുള്ള കോംപ്രമൈസ് ക്യാമ്പയിൻ്റെ ഒരു ഘട്ടത്തിലും നടത്തിയിട്ടില്ല. ഏറ്റവും ചിട്ടയായ ഒരു പ്രവർത്തനം കേരളത്തിലെ ഏത് മണ്ഡലത്തിലെടുത്ത് നോക്കിയാലും എറണാകുളത്ത് ഒരു വലിയ ലോ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു വലിയ ബഹളമോ സ്റ്റാർ ക്യാമ്പയിനേഴ്സോ ഒന്നും എറണാകുളത്ത് വലിയ വിസിബിളായിട്ട് വന്നിട്ടില്ലെങ്കിൽ പോലും ഞങ്ങളുടെ ബൂത്ത് തലത്തിലും മണ്ഡലം തലത്തിലും വീടുകളിലേക്ക് എത്തുന്ന ഡോക്യുമെൻ്റ് അടക്കം 5 വർഷം MP എന്നുള്ള രീതിയിൽ ചെയ്ത വികസന പദ്ധതികളടക്കം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന ആത്മവിശ്വാസമുണ്ട്. ജനങ്ങൾ എഴുതുന്ന പ്രോഗ്രസ് കാർഡ് എന്താണെന്നുള്ളത് ഇലക്ഷന് ശേഷമേ അറിയാൻ സാധിക്കുള്ളൂ. കഴിഞ്ഞ തവണ ഈ ഒരു മാർജിൻ ഞങ്ങൾ പ്രതീക്ഷിച്ച മാർജിനല്ല. ഏതായാലും ഇത്തവണ ഒരു വലിയ വിജയം ഉണ്ടാകും എന്നാണ് ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്. അവർ വളരെ പോസിറ്റീവാണ്. എറണാകുളം മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലത്തീൻ സഭയ്ക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിലൊന്നാണല്ലോ. ഈ സമയത്ത് BJP ഇന്ന് തന്നെ BJPയുടെ ഡൽഹി ഗവർണർ എത്തിയിട്ടുണ്ട്. ലേസൺ വർക്കുകൾ പല കോണിൽ നിന്ന് നടക്കുന്നു. LDFിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെയുണ്ട്. LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പോലും ഇത്തവണ ആ ഒരു സമവായം ഒരു ഇത് കിടന്നു വന്നിട്ടുണ്ട്. ഫോർമുല എങ്ങനെ കാണുന്നു? മണിപ്പൂരൊന്നും മറക്കരുത് ജനങ്ങൾ. അതൊന്നും മറക്കില്ല. പൗരത്വ ഭേദഗതിയും മണിപ്പൂരൊന്നും മറക്കില്ല. ഒരു സമുദായം എന്നതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ വിധിയെഴുതുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ എല്ലാ വിഭാഗം ആളുകളെയും, ഇപ്പോൾ നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമുള്ള ആർക്കും ഏത് തരത്തിലും സ്വാധീനിക്കാനും തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്താനും ഗവർണറോ കേന്ദ്രമന്ത്രിയോ അല്ലെങ്കിൽ ലൈസൻ വർക്ക് നടത്തുന്ന സംസ്ഥാന കേന്ദ്ര ലൈസൻ നടത്തുന്ന ആളുകൾക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് വോട്ട് ചെയ്യാൻ. ജനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഈ പറയുന്ന സ്വാധീന വലയത്തിൽ വീഴാനോ മണിപ്പൂർ മറന്നുകൊണ്ട് BJPക്ക് വോട്ട് ചെയ്യാനോ കിറ്റിൻ്റെ ആനുകൂല്യം ഇത്തവണ ലഭിക്കുമെന്നൊന്നും ആരും കരുതണ്ട. വളരെ കൃത്യമായ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് തീരദേശ ജനത വോട്ട് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവർക്ക് വ്യക്തികളെ അറിയാമല്ലോ. BJP സ്ഥാനാർത്ഥി ആരാണ്, LDF സ്ഥാനാർത്ഥി ആരാണ്, കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാണെന്നൊക്കെ അവർക്കറിയാം. ഇതൊരു ദേശീയ ഇലക്ഷനാണ്. ഈ രാജ്യത്തിൻ്റെ മതേതര മുഖം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണിത്. അത് ഐക്യജനാധിപത്യ മുന്നണിക്ക് പരിപൂർണമായി അനുകൂലമായിട്ട് വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ഞങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ മുന്നോട്ട് വച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഏതാണ് ക്യാമ്പയിൻ രീതിയിൽ എന്ത് വ്യത്യാസമാണ് വരുത്തിയിട്ടുള്ളത്? എന്താണ് വോട്ടർമാർക്കായി മുന്നോട്ട് വച്ചിരിക്കുന്ന വാഗ്ദാനം? 2-3 കാര്യങ്ങളാണ്. ക്യാമ്പയിൻ്റെ സവിശേഷത ഒന്ന്, സാമൂഹ്യ മാധ്യമങ്ങൾ നന്നായി ഉപയോഗിച്ചിട്ടുണ്ട്. പുതിയ തലമുറയെ ആകർഷിക്കുന്ന ഒരുപാട് തരത്തിലുള്ള ഞങ്ങളുടെ പോസ്റ്ററിൻ്റെ ഡിസൈൻ മുതൽ ഞങ്ങൾ 5 വർഷം ചെയ്ത പ്രവർത്തനങ്ങൾ ഒരു ബുക്ക്ലെറ്റിൻ്റെ രൂപേണ ഇറക്കിയതും, എന്തിനേറെ പറയുന്നു റാപ്പ് അടക്കം പുതിയ തലമുറയെ സ്വാധീനിക്കാൻ വേണ്ടി അവരുമായി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളായിരുന്നു. അതെല്ലാം വലിയ രീതിയിലുള്ള സ്വീകാര്യത സാമൂഹ്യ മാധ്യമങ്ങളിൽ നേടിയിട്ടുണ്ട്, ജനങ്ങളുടെ ഇടയിൽ നേടിയിട്ടുണ്ട്. അതെല്ലാം വോട്ടുകളായി മാറുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒരു ക്യാമ്പയിൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ആധുനിക ക്യാമ്പയിൻ ടെക്നോളജി ഉപയോഗിക്കുക, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു വ്യത്യസ്തമായ രീതിയിൽ, പരമ്പരാഗത രീതിയിൽ നിന്ന് അത് ബ്രേക്ക് ചെയ്ത് ഒരു വ്യത്യസ്തമായ രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. അതിനേക്കാളെല്ലാം കൂടുതൽ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതായിരുന്നു. ഇന്നലെ ഇപ്പോൾ പിഴലയിലെ പാലിയന്തുരുത്ത്, ചെറിയ കടമക്കുടി, മുളവുകാട്, കുറങ്കോട്ട ദ്വീപ്, ഇവിടെയൊക്കെ എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥാനാർത്ഥി നേരിട്ട് എത്തിച്ചേരുന്നുണ്ട്. എത്താൻ പറ്റുന്ന പരമാവധി സ്ഥലങ്ങളിൽ എത്താനുള്ള പരിശ്രമം ഇനിയും ഉണ്ടാകും. എല്ലാ ആളുകളെയും കാണാൻ സാധിക്കില്ല. എനിക്ക് ജനങ്ങളോടും റിപ്പോർട്ടർ ചാനലിൻ്റെ പ്രേക്ഷകരോടും പറയാനുള്ള ഒരു കാര്യം, എല്ലാവരും വന്ന് നിങ്ങളുടെ വോട്ടിംഗ് റൈറ്റ് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ വോട്ടിംഗ് റൈറ്റ് എക്സസൈസ് ചെയ്യണം എന്നുള്ളതാണ്. എന്തായാലും എല്ലാവിധ ആശംസകളും ഹൈബി.